നമ്മളിപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് വെറും ന്യൂസ് ഹെഡ്ലൈനുകൾ മാത്രമല്ല. എന്നാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ എന്നുള്ള പുസ്തകത്തിലെ പ്രവചന നിവൃത്തികളാണ്. അന്ത്യകാലം എന്നുള്ള ഒരു കാലമുണ്ടാകുമെന്നും ഈ ലോകം മുഴുവനും വലിയ സംഭവങ്ങളിലൂടെ കടന്നുപോയി അതിന് ഒരു പര്യസമാപ്തി ഉണ്ടാകുമെന്നും ഒരു പുതിയ വേൾഡ് ഓർഡർ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമെന്നും വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായി പറയുകയാണ്. അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സ് ഇവൻ്റ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവാണ്. ഈ ബൈബിള് വളരെ വ്യക്തമായി പറയുന്ന ചില അന്ത്യകാല ലക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ പലപ്പോഴും അതിനെ ഒരു യുദ്ധവാർത്തയായി കണ്ട് അതിനെ മാറ്റിവെക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ അടുത്ത് ഇന്ത്യയിലേക്കുള്ള യാത്ര എപ്പോൾ ശരിയാകും, നമ്മളുടെ ഓരോ ചിന്തകളും നമ്മുടെ പദ്ധതികളും ഏത് സമയം അത് നിറവേറ്റുവാൻ സാധ്യമായി തീരും, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളാണ് നമ്മുടെ മുൻപിൽ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ നമ്മുടെ മുൻപിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചന നിവൃത്തി എന്ന് പറയുന്നത് ഇൻസ്റ്റെബിലിറ്റി അഥവാ അസ്ഥിരത എന്നുള്ളതാണ്. നാം വസിക്കുന്ന ഈ കാലം അവസാനിക്കുന്ന സമയം ആകുമ്പോഴേക്കും അസ്ഥിരതകൾ ഈ ഭൂമിയിലുണ്ടാകും. ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എല്ലാ മേഖലകളിലും കോളിളക്കങ്ങൾ സംഭവിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ന്യൂസ് ഹെഡ്ലൈൻസിലൂടെ നമ്മൾ വായിക്കുന്നതാണ് പെട്രോളിൻ്റെ വില കൂടുന്നു, ഗ്യാസിൻ്റെ വില കൂടുന്നു, സ്വർണത്തിൻ്റെ വില കത്തിക്കയറുന്നു, സ്വർണത്തിൻ്റെ വില താഴേക്ക് പോകുന്നു, മാർക്കറ്റ് ഇടിയുന്നു, ഷെയർ മാർക്കറ്റുകൾ തകരുന്നു, ഡോളറിൻ്റെ വില കുതിച്ചുയരുന്നു, രൂപയുടെ മൂല്യം കുറയുന്നു. അങ്ങനെ അസ്ഥിരതകളുടെ വാർത്തകളുടെ അകമ്പടിയോടുകൂടെ നമ്മുടെ ഭൂമി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്ന സമയത്ത് അസ്ഥിരതകളോടുകൂടെ തന്നെ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന അടുത്ത കാര്യമെന്ന് പറയുന്നത്, അതിനു മുമ്പ് ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ഭൂകമ്പവും ക്ഷാമവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അവിടെ നമ്മൾ കാണുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട കാര്യം ഈ ഭൂമിക്ക് നൽകിയ ആ കാര്യം എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ ഒത്തിരി കോൺഫ്ലിക്റ്റുകൾ അഥവാ രാജ്യങ്ങളോട് വളരെ ശക്തമായി എതിർക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക്, യുദ്ധങ്ങളിലേക്കും യുദ്ധശ്രുതികളിലേക്കും നമ്മൾ പുതുതായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഈ ഭൂമിയിൽ അനേകം യുദ്ധങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ യുദ്ധശ്രുതികൾ, നാളെ ഇന്ന രാജ്യം ഇന്ന രാജ്യത്തെ ആക്രമിക്കുവാനുള്ള സാധ്യതയുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ഈ രാജ്യത്തോട് നാളെ പെരുമാറും, യുദ്ധത്തിൻ്റെ ശ്രുതികളാണ്. നമ്മൾ ഇതും നമ്മുടെ മുൻപിൽ പെട്ടെന്ന് അത് ഓരോ ദിവസവും ഹെഡ്ലൈനിൽ കൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ട്രംപ് പറഞ്ഞത് ഇറാനെ ഒരു ടൈം കൊടുത്തതിന് ശേഷം ഈ രാജ്യത്തെ ഇന്ന സമയത്തിനുള്ളിൽ നശിപ്പിക്കുമെന്നുള്ളതാണ്. അത് യുദ്ധശ്രുതികളാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. രാജ്യങ്ങൾ രാജ്യത്തോട് എതിർക്കുകയാണ്. രാജ്യങ്ങളൊന്നും ഒരുമിച്ച് വരുന്നേയില്ല. ഓരോ രാജ്യങ്ങളിലും എതിർപ്പുകൾ ശക്തമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്ന് ഭൂമിയിൽ പ്രധാനമായും ഒരു 15ഓളം യുദ്ധങ്ങൾ, വളരെ പ്രധാനപ്പെട്ട മേജർ കോൺഫ്ലിക്റ്റുകളായി ഈ ഭൂമിയിൽ ഉണ്ട്. ഇസ്രയേലും ഗാസയും തമ്മിലുള്ള പ്രധാനപ്പെട്ട യുദ്ധം ഒന്നാണ്. ഇസ്രയേലും ലെബനനും, ഇസ്രയേലും സിറിയയും, ഇസ്രയേലും ഹൂതികളും, ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധമെന്ന് പറയുന്നത്, ഇസ്രയേൽ തന്നെ ഏകദേശം 5ലധികം രാജ്യങ്ങളുമായി അല്ലെങ്കിൽ 5ലധികം ശക്തികളുമായി യുദ്ധത്തിലേർപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളുമായി ശത്രുതയിൽ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം വിദ്വേഷത്തോടുകൂടെ ഒന്നിനോട് ചേരാതെ വണ്ണം, എപ്പോഴാണ് എവിടെ നിന്നാണ് ബോംബ് വീഴുന്നതെന്ന് അറിയുവാൻ പറ്റാത്ത രീതിയിൽ വളരെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ മാറിയിരിക്കുകയാണ്. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മേജർ വാറുകൾ, യുദ്ധങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്. മ്യാൻമാറിൽ നടക്കുന്ന ആഭ്യന്തര കലാപം എന്ന് പറയുന്നത് വളരെ വലിയ ആഭ്യന്തര കലാപമാണ്. ന്യൂസ് മീഡിയ അധികം അത് കവർ ചെയ്യാത്ത ഒരു മേഖല തന്നെയാണ്. എന്നാൽ മ്യാൻമാറിൽ വളരെ ശക്തമായ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. സുഡാനിലും സോമാലിയയിലും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ എന്ന് പറയുന്നത് വളരെ വലിയ കലാപങ്ങൾ തന്നെയാണ്. ബോക്കോ ഹറാമൊക്കെ വളരെ ശക്തമായ യുദ്ധങ്ങളാണ് ആഫ്രിക്കൻ ചില രാജ്യങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോയൊരു യുദ്ധമാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമെന്ന് പറയുന്നത്. വളരെ ആശങ്ക ഉളവാക്കുന്ന യുദ്ധമാണ്, യുദ്ധ നിലപാടുകളാണ്
റഷ്യയും യുക്രൈനും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇസ്രയേൽ യുദ്ധം വന്ന സമയത്ത്, ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം വന്ന സമയത്ത് അത് വാർത്തകളിൽ മുങ്ങിപ്പോയി. എന്നാൽ ശക്തമായ യുദ്ധം അവിടെ നടക്കുകയാണ്. മറ്റു പ്രധാനപ്പെട്ട ഒരു യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയുടെ സ്ഥാനമാണ്. അമേരിക്ക ഇപ്പോൾ യഥാർത്ഥമായും മിഡിൽ ഈസ്റ്റിലുള്ള പല തീരുമാനങ്ങൾ എടുക്കുവാൻ, യുദ്ധങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡിസിഷൻ മേക്കർ എന്നുള്ള നിലയിൽ ഇപ്പോൾ അമേരിക്ക തീർന്നിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റു യുദ്ധങ്ങളും ഈ ഭൂമിയിലുണ്ട്. കൊളംബിയയിൽ നടക്കുന്ന ആഭ്യന്തര കലാപം, അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള ശക്തമായ യുദ്ധവും യുദ്ധഭീതിയും യുദ്ധശ്രുതികളും അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇക്വഡോറിലും വെനസ്വേലയിലും യമനിലും എത്യോപ്യയിലുമൊക്കെ ഇപ്പോഴും ശക്തമായ കലാപങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ, പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റീസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായ അസ്ഥിരതകൾ, ഇവിടെയൊക്കെ ഭരണം പോലും അത് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സാധാരണ ജനങ്ങൾ ഈ ഭൂമിയിൽ യുദ്ധങ്ങൾ കൊണ്ടും യുദ്ധശ്രുതികൾ കൊണ്ടും വീർപ്പ് മുട്ടിക്കഴിയുന്ന ഒരു കാലാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അങ്ങനെ നമ്മൾ വായിക്കുന്നത് വെറും ഹെഡ്ലൈനുകൾ മാത്രമല്ല, എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയുടെ വാർത്തകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ അസ്ഥിരതകൾ ഉണ്ടാകുന്നു, ഈ ഭൂമിയിൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകുന്നു. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇസ്രയേലിനെയും യെരുശലേമിനെയും സറൗണ്ട് ചെയ്യുവാനായി, ചുറ്റി വളയുന്നതിന് വേണ്ടി ലോകരാജ്യങ്ങൾ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഫസിയാണ്. യെരുശലേമിനെ ടാർഗറ്റ് ചെയ്യത്തക്ക രീതിയിൽ ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ അത് ആക്റ്റീവായി അവരുടെ ലക്ഷ്യം യെരുശലേമിന് നേരെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ എന്ന് പറയുമ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്ന ആ ഒരു വലിയ ടെറിറ്ററി മാത്രമല്ല, യെരുശലേം എന്ന് പറയുന്ന ആ ഒരു സിറ്റി, ആ ഒരു നഗരത്തെയാണ് പ്രധാനമായും ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ ഹൂതികളോട് ചോദിച്ചാൽ, സിറിയയോട് ചോദിച്ചാൽ, ലെബനനോട് ചോദിച്ചാൽ, ഹമാസിനോട് ചോദിച്ചാൽ, ഇറാനോട് ചോദിച്ചാൽ, നിങ്ങൾ ഇസ്രയേലിലെ ഏത് സിറ്റിയെ നിങ്ങൾ തകർക്കുവാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചാൽ അവർ എല്ലാവരും പറയുന്ന ഏക സ്വരത്തോടു കൂടിയുള്ള ആ ഉത്തരം എന്ന് പറയുന്നത് യെരുശലേം എന്നുള്ളത് തന്നെയാണ്. ഇസ്രയേലിനെ വളയത്തക്ക രീതിയിൽ ലോകരാജ്യങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ ഇതുതന്നെയാണ്. ഇസ്രയേലിനെതിരെ ലോകരാജ്യങ്ങളുടെ ഒരു കൂട്ടം തന്നെ അത് ശക്തമായി വരത്തക്ക രീതിയിൽ എന്നേക്കും അപ്പുറത്തുള്ള ശത്രുതയോടുകൂടെ യെരുശലേമിന് എതിരെ വരത്തക്ക രീതിയിൽ അനേക രാജ്യങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും ഒരു സമ്മേളനം, ഒരു പ്ലാനിങ് അരങ്ങേറുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് ആണ്, അഥവാ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻസ്മെൻറ്റ്. കമ്മ്യൂണിക്കേഷൻ അഡ്വാൻസ്മെൻ്റ് എന്ന് അത് നേരിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നില്ലെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ സുവിശേഷം വളരെ ശക്തമായി എല്ലാ ലോകരാജ്യങ്ങളിലും എത്തത്തക്ക രീതിയിൽ, എല്ലാ വംശങ്ങളിലും എല്ലാ ഗ്രൂപ്പുകളിലും എത്തത്തക്ക രീതിയിൽ ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്? പല രാജ്യങ്ങളിലും ഈ സുവിശേഷം, പല സമൂഹങ്ങളിലും ഈ സുവിശേഷം എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ്. അനേകം മിഷണറിമാർ അനേക സ്ഥലങ്ങളിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായി സോഷ്യൽ മീഡിയയിലൂടെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സന്ദേശങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഇന്ന് മിഷണറിമാർ പോയി പ്രസംഗിക്കുകയല്ല ചെയ്യുന്നത്, എന്നാൽ അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സുവിശേഷം വളരെ ശക്തമായി മീഡിയയിലൂടെ, നമ്മൾ പോലും അറിയാത്ത അനേക ആപ്പുകളിലൂടെ, അനേക രാജ്യങ്ങളിൽ ഹിഡനായിട്ടുള്ള പല മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഫോണുകളിലൂടെയും ഒക്കെ വ്യാപരിക്കുന്ന ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ആ ഒരു സന്ദേശം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു, തന്നിൽ പ്രത്യാശ വെക്കുന്നവരെ ചേർക്കുന്നതിനു വേണ്ടി ഈ ഭൂമിയിൽ വരുന്നു എന്നുള്ള സുവിശേഷത്തിൻ്റെ സന്ദേശമാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ഹെഡ്ലൈനിൽ വന്നു നിൽക്കുന്ന മറ്റൊരു പ്രവചനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് സാമൂഹ്യ മാറ്റങ്ങളാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഡീൽ ചെയ്യുന്ന വിധം, ട്രീറ്റ് ചെയ്യുന്ന വിധം വളരെയധികം മാറിയിരിക്കുന്നു. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളുകളുമായി ദൈവപ്രിയമില്ല
ആവശ്യമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ വളരെയധികം മാറിപ്പോയിരിക്കുന്നു. പണ്ടൊരു കാലഘട്ടമുണ്ടായിരുന്നു, എല്ലാം ഷെയർ ചെയ്യുകയും എല്ലാം സുതാര്യമായി മറ്റുള്ളവരോട് പറയുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും പൊറുക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ആ തലമുറ മാറി ഒരു പുതിയ തലമുറയിൽ നമ്മൾ വന്നു നിൽക്കുന്ന തലമുറയെന്ന് പറയുന്നത് ആ പഴയ തലമുറയിലെ ബാക്കിപത്രമായി അവശേഷിക്കുന്നവർ വീർപ്പുമുട്ടി കരയുകയാണ്. എന്നാൽ പുതിയ തലമുറ ചെയ്യുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ ദൈവത്തെ ഒരു ഉപയോഗ വസ്തുവായി മാത്രം ഉപയോഗിക്കുന്നു. അവരുടെ പണം ഇരട്ടിക്കുന്നതിന് വേണ്ടിയും ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയും അവരുടേതായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ്, ഇൻഷുറൻസ്, മറ്റ് തട്ടിപ്പ് മാർഗങ്ങളിലൂടെ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മനുഷ്യരെ ഉപയോഗിക്കുന്ന ഒരു വേദിയായി മാത്രം എന്തിന് സഭാ കൂട്ടായ്മകൾ പോലും തീരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ മാറ്റം മനുഷ്യരിൽ വന്നിരിക്കുന്നതിൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാലഘട്ടം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതിനാലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസത്യാഗം എന്നുള്ളൊരു കാര്യമാണ്. വിശ്വാസത്തിൽ നിന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അനേകർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ കർത്താവുമായി ബന്ധമില്ലാത്തവരായിത്തീരുന്നു. അവർ കർത്താവിലുള്ള വിശ്വാസം അത് ഒരു അകലം വിട്ട് പിന്തുടരുന്നവരായിത്തീരുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം പരിപൂർണമായി ഉപേക്ഷിച്ച് അവർ അവരുടെ വഴികളിൽ പോകുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വാസികളെന്ന് പേരുണ്ടെങ്കിലും ഉള്ളിൽ ചത്തവരായിരിക്കുന്നു. അവർക്ക് ആരാധനയുണ്ട്, വർഷിപ്പുണ്ട്, വർഷിപ്പ് ലീഡേഴ്സുണ്ട്, ചാട്ടുമുണ്ട്, സകല പരിപാടികളുമുണ്ട്, അന്യഭാഷയുണ്ട്, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ടെങ്കിലും അവർ വിശ്വാസികളല്ല. അവർ ഒരു ക്ലബ്ബ് പോലെ ആരാധിക്കുന്ന അനുഭവങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്യാഗം അത് വിശ്വാസികളുടെ ഇടയിലും അവിശ്വാസികളുടെ ഇടയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസികൾ എന്ന് പറയുന്നവർ വിശ്വാസത്തെ ത്യജിക്കുകയാണ്, അതിനെ മാറ്റിവെച്ചിരിക്കുകയാണ്. അവരൊക്കെ ചർച്ചിൽ പോകുന്നു എന്ന് പറയുന്നു, അല്ലെ ആരാധിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും അവരുടെ ഉള്ളിൽ മുഴുവനും ദേഷ്യവും വെറുപ്പും വൈരാഗ്യവും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആരാധനകളൊന്നും യേശു ക്രിസ്തുവിന് ആവശ്യമില്ല, ദൈവത്തിന് ആവശ്യമില്ല. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുള്ള ആരാധനയല്ല അതൊന്നും. അതൊക്കെ ആരാധനാലയങ്ങളുടെ മേൽക്കൂരയ്ക്കപ്പുറം പോവുകയില്ല എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതേ പൊറുക്കുവാനും ക്ഷമിക്കുവാനും പറ്റാത്ത ഒരു പരീക്ഷ തലമുറയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതും ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ശക്തമായ ക്രൈസ്തവ പീഡനം എന്നുള്ളതാണ്. ഒരു ദിവസം കുറഞ്ഞത് 12 മുതൽ 13 പേര് വരെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്നുള്ള ഈ ഒരു ഒറ്റ സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ടോ വിശ്വസിച്ചുകൊണ്ടോ മരിച്ചു പോകുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. ഏകദേശം ഒരു വർഷം 5000-ഓളം പേരാണ് രക്തസാക്ഷികളായി യേശു ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നത്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ എതിർപ്പ് നേരിടുന്ന രാജ്യമെന്ന് പറയുന്നത് നൈജീരിയയാണ്. അതിനുശേഷം സുഡാൻ തൊട്ട് പുറകിലുണ്ട്. അതിനുശേഷം യമൻ, നോർത്ത് കൊറിയ, അങ്ങനെ അനേക രാജ്യങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയും അതിൻ്റെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതേ, ശക്തമായ ക്രൈസ്തവ പീഡനം നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഹെഡ്ലൈനുകൾ മാത്രമല്ല, ന്യൂസ് ഹെഡ്ലൈനുകൾ മാത്രമല്ല ഇതൊക്കെ. ഇത് വായിക്കുന്ന സമയത്ത് നമ്മൾ സ്വാർത്ഥരാകാതെ നമ്മുടെ യാത്ര മുടങ്ങിയല്ലോ എന്നോർത്ത് ഭാരപ്പെട്ടിരിക്കാതെ യേശു ക്രിസ്തുവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ട കാലഘട്ടമാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഒബ്സർവേഷനിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് യേശു ക്രിസ്തുവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ നമ്മുടെ ചുറ്റിനും നടക്കുന്ന ആ കാര്യങ്ങൾ, സംഭവങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് എഴുതിയിടുവാനായി ദയവായി ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് നിങ്ങൾ ഉപയോഗിച്ചാലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ അനേക ഡിസ്കഷനുകളിൽ ഏർപ്പെടുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ചിന്തയിൽ യേശു ക്രിസ്തുവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എന്തൊക്കെയാണ് ആ വരവിനുള്ള ബന്ധത്തിൽ നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ദയവായി നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് എഴുതിയിട്ടാലും അത് ഒരുമിച്ച് നമുക്ക് വായിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും വിശുദ്ധിയെ തികച്ചുകൊണ്ട് മുന്നേറുന്നതിന് വേണ്ടിയും കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഏറ്റവും വലിയ സൂപ്പർ സൈൻ എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ തളിർപ്പാണ്, യഹൂദന്മാരുടെ തളിർപ്പാണ്. 1948 യഹൂദന്മാർ ഒരു രാജ്യം സ്ഥാപിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള യഹൂദന്മാരുടെ മുന്നേറ്റം എന്ന് പറയുന്നത്, രാഷ്ട്രീയ തളിർപ്പ് മുന്നേറ്റം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അവർ രാഷ്ട്രീയമായി മുന്നേറുകയാണ്, തളിർത്തുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ യഹൂദന്മാരുടെ തളിർപ്പാണ് സൂപ്പർ സൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കൗണ്ട് ഡൗൺ തുടങ്ങി എന്നുള്ളതാണ്. കൗണ്ടിങ് അപ്പ് എന്ന് പറഞ്ഞാൽ 1 മുതൽ നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് എണ്ണേണ്ടതായിട്ട് വരും. എന്നാൽ ഇവിടെ മുകളിൽ നിന്ന് എണ്ണി നമ്മൾ 1ലേക്ക് 0ലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ
വരവ് വളരെ അടുത്തിരിക്കുകയാണ്. അതെ, ലോകത്തിൽ അത് സംഭവിക്കുവാൻ പോകുന്നു. എന്നാൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, യേശുവുമായി നിങ്ങൾക്കൊരു വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഇതുവരെയും യേശു കർത്താവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ഒരു അവസരം ലഭ്യമായിട്ടില്ലെന്നുണ്ടെങ്കിൽ കാലം അതിൻ്റെ അവസാനത്തേക്ക് മുന്നേറുകയാണ്. വിട്ടുപോകരുത്, കൈവിട്ടു പോകരുത്. യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുന്നതിനു വേണ്ടി ഈ ഭൂമിയിൽ തൻ്റെ വരവ് അറിയിക്കുമ്പോൾ, തൻ്റെ വരവ് അത് പ്രത്യക്ഷമാകുന്ന സമയത്ത് യേശു ക്രിസ്തുവിനോടുകൂടെ എടുക്കപ്പെടുവാനും കർത്താവിനോടുകൂടെ എന്നേക്കുമായിരിക്കുന്നതിനു വേണ്ടിയും കർത്താവ് നമുക്ക് ധാരാളം കൃപയും ബലവും നൽകുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.